മീൻ പിടിക്കുന്നവരെ പലതും കണ്ടിട്ടുണ്ട്, പല ഇരകൾ കോത്തിട്ട്. ഇത് ചിക്കൻ അൽഫാമിൽ മീൻ പിടിക്കുന്നത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമസ്കാരം, ഞാൻ മുബാറക്കാണ് ദൃശ്യം. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ചന്ദ്രഗിരി അഴിമുഖത്താണ്. ഇവിടെ ഫിഷ് മീൻപിടുത്തക്കാർ ചൂണ്ടയിട്ട് പിടിക്കുന്നവരെ കാണാൻ നമുക്ക് ഒരുപാട് മീൻ കിട്ടുന്നുണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് വേണം. ഇത് കീഴൂറാണ്. ഇപ്പോൾ നമ്മൾ ചൂണ്ടക്കാർ മീൻ പിടിക്കുന്ന ഒരു ഇത് നമ്മളിവിടെ കാണുന്നു. താങ്ക് യു. അബി എന്ന് പറയുന്ന കാസർഗോഡ് കോളിയെടുക്കക്കാരനാണ്. വളരെ മീൻപിടുത്തത്തിൽ വിദഗ്ധൻ. നോക്കട്ടെ ബി. കല്ലിൻ്റെ അടുക്കെന്ന് പോയ എന്തായാലും സൂട്ട് ഒരു മീൻ കിട്ടി. അബി 10-12 ഏരി പിടിക്കുന്ന ആളാണ്. ഇത് ഇവിടെ ഏരി എന്ന് പറയും, വെള്ളേരി. അപ്പൊ ഇതിന്റെ പേരെന്ത്? ഈ മീനിന്റെ കല്ലേരി. ഏകദേശം എപ്പോഴും വരാറുണ്ടോ? സീസണിൽ കിട്ടും. കിട്ടുമ്പോ എത്രയൊക്കെ കിട്ടും? ഒരു 10 കിട്ടി കഴിഞ്ഞാൽ ഒരു 6-7 കിലോ 8 കിലോ ഉണ്ടാവും. എന്ത് ഇതിന്റെ ഏര എന്താണ്? ഇതിപ്പോ പിന്നെ മൈദയിൽ കുറച്ച് ആട്ട മൈദ മിക്സ് ആക്കിയിട്ടുള്ള പരിപാടി ഉണ്ട്. പിന്നെ അതേപോലെ ഇറച്ചി പുറത്താൽ ചിക്കൻ പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് മീനിന്റെ ബുദ്ധിയൊക്കെ മാറ്റി ഇങ്ങോട്ട് ചിക്കനൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ചൂണ്ടക്കാരുണ്ട് ഇവിടെ. അപ്പുറത്തെ സൈഡ് ഇത് അഴിയാണ്, അഴിമുഖം. കാസർഗോഡ് അഴിമുഖമാണ്. മീൻ ഒരുപാട് സമയം നിൽക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. അപ്പം അതിന് ജീവനോടെ ഉണ്ടാവുന്നതാണ്. ഒരുപാട് ചൂണ്ടക്കാരുണ്ട്. അങ്ങേ സൈഡും ഉണ്ട് കേട്ടോ. മത്സ്യങ്ങൾ ഇവർ പിടിക്കുന്നുണ്ട്. അത് ഈ അഴിയുടെ അപ്പുറത്തെ ഭാഗമാണ്. ഇത് കീഴൂർ ഭാഗം, അത് കാസർഗോഡ് ഭാഗം. മീനും കൂടി അബിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ രണ്ടാമത്തെ മീനും കൂടി കിട്ടി. താങ്ക് യു. നമ്മൾ ഇന്നത്തെ വീഡിയോയില് അബി നിറഞ്ഞു നിൽക്കും. അതാ നിങ്ങളെ എല്ലാവരും വീഡിയോ കാണണം. ഇത് ഇങ്ങോട്ട് കടന്നു വേണം. ഫുള്ള് വിഴുങ്ങിന്, അതുകൊണ്ട് മിസ്സാവൂല. ചില സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അബിക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ ഏരിയും കൂടി അബി പിടിച്ചു. ഇതിപ്പുറത്ത് കടലാണ് കേട്ടോ. നമ്മളിരിക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കടല്. നല്ല കടല്.